നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തന്തയെ പറയിപ്പിക്കുന്നവൾ, അങ്ങനെ നയാ പൈസയും സ്വത്തും കൊടുക്കാതെ ബാലകൃഷ്ണപിള്ള തന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ തനിക്കൊണം ഊഹിക്കാമല്ലോ. ഇപ്പോൾ മന്ത്രിയുടെ നെഞ്ചത്തേക്ക് കയറുകയാണ് സ്വത്തിനു വേണ്ടി. ബാലകൃഷ്ണപിള്ളയെ ഗണേഷ് കുമാർ വഞ്ചിച്ചു എന്നാണ് പറഞ്ഞു നടക്കുന്നത്. സത്യത്തിൽ മകള് തന്നെയാണ് ബാലകൃഷ്ണപിള്ളയെ വഞ്ചിച്ചത്. ഇനിയും ഗണേഷ് കുമാറിന് നേരെയുള്ള ഇത്തരത്തിലുള്ള അസഭ്യം പറച്ചിൽ കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല. കിട്ടിയത് മുഴുവൻ വാങ്ങി നക്കിയിട്ട് വീണ്ടും സ്വത്തിനു വേണ്ടി മോങ്ങുകയാണ്. ബാലകൃഷ്ണപിള്ളയുടെ മകൾ ഉഷ മോഹൻദാസ് കഴിഞ്ഞ ദിവസം മലയാളി വാർത്തയ്ക്ക് ഒരു ഇന്റർവ്യൂ തന്നിരുന്നു. അതിനുശേഷം മന്ത്രി ഗണേഷ് കുമാറിന്റെ PR ടീം, അതായത് വെട്ടുകിളി കൂട്ടം, ഉഷയ്ക്ക് നേരെ സൈബർ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. സോളാർ കേസുമായും ഉമ്മൻചാണ്ടിയെ ചതിച്ചതിനെക്കുറിച്ചും ഗണേഷിന്റെ വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ ഉഷ പലതും വെട്ടിത്തുറന്ന് പറഞ്ഞത് ഗണേഷിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ കലിയിളകി PR ടീമിനെ ഇറക്കി തറ ഗുണ്ടായുസം കാണിക്കുകയാണ് മന്ത്രി. സ്വന്തം സഹോദരിയെ കണ്ട സൈബർ വെട്ടുകിളി കൂട്ടത്തിന് കൊത്തിപ്പറിക്കാൻ ഇട്ടുകൊടുക്കുന്ന ഇയാളൊക്കെ ഒരു സഹോദരനാണോ? ഇരുവരും തമ്മിലുള്ള സ്വത്ത് തർക്കം കേസ് കോടതിയുടെ പരിഗണനയിലാണ്. എന്നാൽ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഉഷയെ വായിൽ വരുന്നതൊക്കെ ഗണേഷ് കുമാർ വിളിച്ചു പറയുകയാണ്. ഇതുവരെ അധികം മാധ്യമങ്ങളിൽ നിന്ന് അകലം പാലിച്ചു നിന്ന ഉഷ തനിക്ക് നേരെയുള്ള സൈബർ ആക്രമണം അതിരുവിട്ടതോടെയാണ് ചിലതൊക്കെ വിളിച്ചു പറയാൻ തയ്യാറായി രംഗത്തേക്ക് വന്നത്. എന്നാൽ അവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ അത്ര നിസ്സാരമല്ല. വല്ലാതെ പൊള്ളിയ ഗണേഷ് മന്ത്രി സൈബർ വെട്ടുകിളി കൂട്ടത്തെ ഇറക്കി വിട്ടത് സ്വന്തം സഹോദരിക്കിട്ട് പണി കൊടുക്കാൻ തന്നെയാണ്. ബാലകൃഷ്ണപിള്ളയ്ക്ക് ഉഷയെ കണ്ടുകൂടായിരുന്നു. അദ്ദേഹം പാടെ തള്ളിക്കളഞ്ഞ മകളാണ് ഉഷ തുടങ്ങി സൈബർ ഇടത്തിൽ പോസ്റ്റോട് പോസ്റ്റാണ് ഈ പറയുന്ന KB ഗണേഷ് കുമാറിന്റെ ഫാൻസ് പേജുകളിലും PR ടീമും ഒക്കെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ബാലകൃഷ്ണപിള്ളയുടെ പിറന്നാളിന് ഗണേഷ് കേക്ക് വായിൽ വെച്ച് കൊടുക്കുന്നത് അദ്ദേഹം കഴിക്കുകയും എന്നാൽ ഉഷ കേക്ക് കൊടുക്കുമ്പോൾ ബാലകൃഷ്ണപിള്ള മുഖം തിരിക്കുന്നുമുണ്ട്. ഈ വീഡിയോ ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ഇതായിരുന്നു അച്ഛനോടുള്ള സ്നേഹം എന്നൊരു കുറിപ്പും പങ്കുവച്ചാണ് KB ഗണേഷ് കുമാർ MLA ഓഫീസ് പത്തനാപുരം എന്ന അക്കൗണ്ടിൽ നിന്ന് ഉഷയെ പരിഹസിച്ച് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. ഇതുകൂടാതെ ഗണേഷ് കുമാർ ഫാൻസ് പേജുകളിലും ഉഷയ്ക്ക് നേരെ പരിഹാസ തെറിവിളികളും പോസ്റ്റുകളുമാണ് നടക്കുന്നത്. ഈ വീഡിയോ പടച്ചു വിടുന്നവരോട് പണ്ട് ബാലകൃഷ്ണപിള്ള ജയിലിൽ കിടക്കുമ്പോൾ ഗണേഷ് മന്ത്രിയാണ്, പക്ഷേ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കാൻ ചെറുവിരൽ അനക്കുകയോ അദ്ദേഹത്തെ ഒന്ന് പോയി കാണുകയോ ചെയ്ത മോനല്ല ഈ ഗണേശൻ മോൻ. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഈ ഫാൻസ് ഗ്രൂപ്പുകാർക്കുണ്ടോ? PR ടീമിനെ ഇറക്കി വിട്ടിരിക്കുന്നത് ഗണേഷ് കുമാർ തന്നെയാണ്. കാരണം വലിയ ഒരു PR ടീമാണ് ഗണേഷ് കുമാറിനുള്ളത്. MLA പൊക്കിയടിക്കാനും വെള്ളപൂശാനും ഒക്കെ ഈ ഗ്രൂപ്പാണ് മുന്നിൽ നിന്ന് കളിക്കുന്നത്. അവർക്ക് ആവശ്യത്തിലധികം പണം ഗണേഷ് കുമാർ എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് നേരെ വരുന്ന എന്ത് ആരോപണങ്ങളെയും ഈ PR ഗ്രൂപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. അതായത് സൈബർ ഇടത്തിൽ വന്ന് നിന്ന് പൂര തെറിവിളിയും അങ്ങേയറ്റം അപമാനിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളുമാണ് ഈ ഗ്രൂപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്വന്തം സഹോദരിക്ക് നേരെയാണ് ഈ വെട്ടുകിളി കൂട്ടത്തെ ഇയാൾ ഇറക്കി വിട്ടിരിക്കുന്നത്. ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരാളല്ലേ, ഒരു ജനപ്രതിനിധിയല്ലേ, അദ്ദേഹത്തിന് ഇങ്ങനെ സ്വന്തം സഹോദരിയെ വേട്ടയാടാൻ ഇട്ടുകൊടുക്കാൻ പാടുണ്ടോ? അല്ല, ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ അറിവോടെയല്ല ഈ ഫാൻസ് ഗ്രൂപ്പുകാർ ഇത്തരത്തിൽ സ്വന്തം സഹോദരിയെ അപമാനിക്കുന്നതെങ്കിൽ അദ്ദേഹം ഇടപെടുകയല്ലേ ചെയ്യേണ്ടത്? അത്തരത്തിലുള്ള പ്രവണതകൾ ഈ ഗ്രൂപ്പുകാർ ചെയ്യരുത് എന്ന് അദ്ദേഹത്തിന്റെ ഫാൻസ് പേജുകാരോട് പറയാമല്ലോ. പക്ഷെ അതല്ല, ഈ ഒരു ഗ്രൂപ്പിനെ ഇറക്കി ഗണേഷ് കുമാർ തന്നെ വെള്ളപൂശുകയാണ്. അതിനു വേണ്ടിയിട്ട് ആരെ വേണമെങ്കിലും എന്തും പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ഇവരെ അങ്ങ് കയറൂരി വിട്ടിരിക്കുകയാണ്. ഈ കയറൂരി വിട്ട ടീമാണ് ഇപ്പോൾ ചില പോസ്റ്റുകൾ, ചില റീലുകളൊക്കെ ഇട്ടുകൊണ്ട് സഹോദരിയെയും അതുപോലെ തന്നെ ഇപ്പോൾ ഉമ്മൻചാണ്ടിയെയും അങ്ങേയറ്റം അപമാനിക്കുന്ന തരത്തിലുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാലകൃഷ്ണപിള്ളയെ ചതിച്ച് വിൽപത്രം തിരുത്തി സ്വത്ത് കൈക്കലാക്കിയെന്ന ആരോപണം അത്ര നിസ്സാരമൊന്നുമല്ല. അതിന്റെ കേസാണ് ഉഷയും ഗണേഷും തമ്മിൽ ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അവരുടെ കുടുംബ പ്രശ്നം, അത് നാട്ടുകാർക്ക് അറിയേണ്ട കാര്യമില്ല. അത് കേസാണ്, കോടതിയിൽ നടക്കട്ടെ, കോടതി അതിന്റെ സത്യാവസ്ഥകൾ, അതിന്റെ വിധി പറയട്ടെ. പക്ഷേ ഇപ്പോൾ ഗണേഷിന് നേരെ വലിയൊരു പ്രതിഷേധം നടക്കുന്നത് ഉമ്മൻചാണ്ടിയെ നിരന്തരം അപമാനിക്കുന്നതിലാണ്. ഇവിടുത്തെ പ്രതിപക്ഷത്തിന് നട്ടലില്ലാത്തത് കൊണ്ടാണ് അവർ ഗണേശനെ പഞ്ഞിക്കിടാത്തത്. കാരണം പ്രതിപക്ഷത്ത് ഉള്ളവർ പോലും ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയ കൂട്ടരുണ്ടല്ലോ. അപ്പോൾ ഗണേഷ് കുമാർ വലിയ രീതിയിലാണ് ഉമ്മൻചാണ്ടിയെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത്. പക്ഷെ അപ്പോഴും ഈ പ്രതിപക്ഷം മൗനം പാലിക്കുകയാണ്. ജനങ്ങൾ പക്ഷേ അത് വിടാൻ ഒരുക്കമല്ല. ജനങ്ങൾ ഇടഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഗണേഷ് കുമാറിനെതിരെ. ഈ ഉമ്മൻചാണ്ടിയെ അപമാനിക്കുന്ന തരത്തിലൊക്കെ ഗണേഷ് കുമാർ സംസാരിക്കുമ്പോൾ ആ വാർത്തകളുടെ താഴെ വലിയ രീതിയിലാണ് ഗണേഷ് കുമാറിനെ തെറി വിളിച്ചുകൊണ്ട് ആളുകൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് അവർ പൊട്ടിത്തെറിക്കുകയാണ്.
ഉമ്മൻചാണ്ടി കേരളത്തിന് എന്തായിരുന്നു, ആരായിരുന്നു എന്നൊക്കെ ഇവിടുത്തെ ജനങ്ങളുടെ ഉള്ളിലുണ്ട്. അത് ഗണേഷ് കുമാർ പക്ഷേ എന്ത് പറഞ്ഞാലും ജനം അതങ്ങ് കേൾക്കും, തൊണ്ട തൊടാതെ വിഴുങ്ങും എന്നൊക്കെ ആയിരിക്കും അദ്ദേഹം കരുതിയിരിക്കുന്നത്. പക്ഷേ പൂര തെറിവിളിയാണ്. ഉമ്മൻചാണ്ടിയെ തൊട്ടപ്പോൾ മുതൽ പൂര തെറിവിളിയാണ് ഗണേഷ് കുമാറിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിലാണ് 8ന്റെ പണിയായിട്ട് സഹോദരി കൂടി ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്വയം വെള്ള പൂശാൻ നട്ടാൽ കുരുക്കാത്ത നുണകളാണല്ലോ ഗണേഷ് കുമാർ പറഞ്ഞു പരത്തുന്നത്. പത്തനാപുരത്ത് ഒരു പരിപാടിയിൽ വെച്ച് ചാണ്ടി ഉമ്മൻ ഗണേഷിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എൻ്റെ അപ്പ മകനെ പോലെയാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത്, എന്നിട്ടും അദ്ദേഹത്തെ വേദനിപ്പിച്ചു ഗണേഷ് കുമാർ. ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. അദ്ദേഹത്തെ എല്ലായ്പ്പോഴും കൂടെ നിന്ന് താങ്ങും തണലുമായി നിന്ന, ആപത്തുകളിൽ സഹായിച്ചിരുന്ന അപ്പയെ ഗണേഷ് ചതിച്ചു എന്നായിരുന്നു ചാണ്ടി ഉമ്മൻ വേദനയോടുകൂടി ആ വേദിയിൽ നിന്ന് പറഞ്ഞത്. എന്നാൽ ഇതിന് മറുപടിയുമായി വന്ന ഗണേഷ് കുമാർ പറഞ്ഞത് കടന്നുപോയി, കൈവിട്ട കളിയായിപ്പോയി. ഉമ്മൻചാണ്ടി എൻ്റെ ജീവിതം തകർത്തു, കേസിൽ കുടുക്കി, മന്ത്രി കസേര തെറിപ്പിച്ചു, എൻ്റെ മക്കളെ എന്നിൽ നിന്ന് അകറ്റി, എൻ്റെ കുടുംബം നശിപ്പിച്ചു എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. പക്ഷേ ഗണേശ, സത്യം എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. പിന്നെ ബാലകൃഷ്ണ പിള്ളയുടെ വായിൽ നിന്ന് തന്നെ പല സത്യങ്ങളും പുറത്തേക്ക് വന്നിട്ടുമുണ്ട്. അതിൻ്റെ ബാക്കിയാണ് നിങ്ങളുടെ സഹോദരി മലയാളി വാർത്തയോട് വെളിപ്പെടുത്തിയത്. എത്ര വെള്ളപൂശാൻ ശ്രമിച്ചാലും ഉമ്മൻചാണ്ടിയെ ചതിച്ചതിൻ്റെ കറ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറാൻ പോകുന്നില്ല. ബാലകൃഷ്ണ പിള്ളയുടെ കയ്യിൽ കിട്ടിയ സോളാർ നായികയുടെ വിവാദ കത്തിൽ ഒരിടത്തും ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ഒരു 4 പേജ് അതിൽ എഴുതി ചേർത്ത ചരിത്രം മലയാളി മറക്കില്ല. ഇതുതന്നെയാണ് ഉഷ ആവർത്തിച്ചു പറഞ്ഞതും. സോളാർ നായികയ്ക്ക് അച്ഛൻ പണം കൊടുത്തിട്ടുണ്ട്, മകനെ രക്ഷിക്കാൻ, കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു മനസ്സറിവുമില്ല എന്ന് അച്ഛൻ എന്നോട് തുറന്നു പറഞ്ഞിരുന്നുവെന്ന് ഉഷ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ കത്തിൽ 4 പേജ് എങ്ങനെ വന്നുവെന്ന് അച്ഛനും മനസ്സറിവില്ല. ഉമ്മൻചാണ്ടിയെ കുടുക്കാൻ വലിയ ചതി നടന്നുവെന്ന് ഉഷ തുറന്നടിക്കുമ്പോൾ വിരൽ ചൂണ്ടപ്പെട്ടത് നിങ്ങളിലേക്ക് തന്നെയാണ്. എങ്ങനെയാണ് ഉമ്മൻചാണ്ടി സാർ ഗണേഷിന്റെ ജീവിതം തകർത്തത്? സഹായിക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ എന്ന് സഹോദരി തന്നെ തുറന്നടിക്കുന്നു. യാമിനി തങ്കച്ചിയുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉമ്മൻചാണ്ടി സാർ കൂടെ നിന്നു. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. കുടുംബത്തോടൊപ്പം അദ്ദേഹം വരുമായിരുന്നു യാമിനിയും ഗണേഷും തമ്മിലുള്ള വഴക്ക് തീർക്കാൻ. പരമാവധി അദ്ദേഹം ഇരുവരെയും ഒരുമിപ്പിച്ച് ചേർക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇനിയും സഹിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് യാമിനി പിന്മാറുകയായിരുന്നു. ബാലകൃഷ്ണ പിള്ളയോടും കുടുംബത്തോടുമുള്ള സ്നേഹം കൊണ്ടാണ് ഉമ്മൻചാണ്ടി സാർ കൂടെ നിന്നത്. അദ്ദേഹത്തെ ചതിയനെന്ന് വിളിച്ചാൽ ദൈവം പൊറുക്കില്ല എന്നാണ് ഉഷ തുറന്നടിച്ചിരിക്കുന്നത്. കിട്ടിയ വേദികളിലെല്ലാം കയറി ഗണേഷ് ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ചിട്ടുണ്ട്. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും മരണത്തിന് ശേഷവും അദ്ദേഹത്തെ അപമാനിക്കുകയാണ്. ഗണേഷിന്റെ പെണ്ണ് കേസുകൾ കാശ് കൊടുത്ത് ഒതുക്കാൻ നടന്ന ഗതികേടാണ് ബാലകൃഷ്ണ പിള്ളയ്ക്ക് ഉണ്ടായിരുന്നത്. അച്ഛൻ വലിയ അഭിമാനിയായിരുന്നു. മാനം കാക്കാൻ അച്ഛന് പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് മകൾ തന്നെ പറയുന്നു. ആ മനുഷ്യനെ ആ ഗതികേടിലേക്ക് കൊണ്ടെത്തിച്ചത് ഗണേഷ് കുമാർ തന്നെ. എന്നിട്ട് മാന്യന്റെ മുഖംമൂടി അണിഞ്ഞ് വിലസുന്ന ആട്ടിൻ തോലിട്ട ചെന്നായാണ് ഗണേഷ് എന്ന് ഉമ്മൻചാണ്ടി വിഷയത്തിൽ കേരളത്തിന് ബോധ്യപ്പെട്ടതാണ്. അദ്ദേഹം നല്ലൊരു മന്ത്രിയാണ്, പക്ഷേ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയല്ല. മലയാളി വാർത്തയ്ക്ക് ഉഷ ഇന്റർവ്യൂ തന്നതോടെ അവരെ സൈബർ ഇടത്തിൽ വീണ്ടും ആക്രമിക്കുകയാണ്. ഉമ്മൻചാണ്ടിയെ കുടുക്കിയത് ഗണേഷ് തന്നെയെന്ന് മറ്റു ചിലരുടെ വെളിപ്പെടുത്തലുകളുമുണ്ട്. നിങ്ങളുടെ സഹോദരി മാത്രമല്ല വെളിപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പീഡനക്കേസിൽ കുടുക്കുമെന്ന് മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ തന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ടെന്ന് മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം സുധീർ മലയിലിന്റെ മൊഴിയുണ്ട്. കൊട്ടാരക്കര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപാകെയാണ് അദ്ദേഹം മൊഴി നൽകിയിരിക്കുന്നത്. സോളാർ പീഡന കേസിലെ പരാതിക്കാരിയും ഗണേഷും പ്രതികളായ ഗൂഢാലോചന കേസിൽ സാക്ഷിയാണ് സുധീർ. 2011 മുതൽ 13 വരെ സംസ്ഥാന മന്ത്രിയായിരുന്ന ഗണേഷിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു സുധീർ. പരാതിക്കാരിയുമായി ഗണേഷ് കുമാർ അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായി ബോധ്യപ്പെട്ടുവെന്നും മന്ത്രിയുടെ ഔദ്യോഗിക വസതികളിലും ഓഫീസുകളിലും അവർ നിത്യസന്ദർശകയായിരുന്നുവെന്നും മൊഴിയിലുണ്ട്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ഗണേഷ് ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതിയെ തുടർന്ന് രാജിവെച്ചിരുന്നു. മന്ത്രിസ്ഥാനം തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഉമ്മൻചാണ്ടിയെ സമീപിച്ചുവെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല. മന്ത്രിയാക്കാത്ത ഉമ്മൻചാണ്ടിയെ പാഠം പഠിപ്പിക്കുമെന്നും അദ്ദേഹത്തെയും UDF നേതാക്കളെയും പീഡനക്കേസിൽ കുടുക്കുമെന്നും തന്നോട് പലവട്ടം പറഞ്ഞുവെന്നും സുധീർ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. സോളാർ കേസിലെ പരാതിക്കാരി ഹാജരാക്കിയ കത്തിൽ 4 പേജ് കൂട്ടിച്ചേർത്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന കേസിലാണ് ഗണേഷിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന്റെ ഈ മൊഴിയുള്ളത്. ഒന്ന് ഓർത്തു നോക്കുക, ആ മനുഷ്യനെ ഇല്ലാതാക്കാൻ സകലമാന നെറികേടും നാറിയ കളിയും കളിച്ചത് ഗണേഷ് കുമാറാണ്. എന്നിട്ടിപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ കിട്ടുന്ന വേദികളിൽ കയറി ഇറങ്ങി ഉമ്മൻചാണ്ടി തന്നെ ചതിച്ചു എന്നുള്ള കഥ പറയുകയാണ്.
ജനം നിങ്ങളെ പുച്ഛിച്ച് തള്ളും, നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പും. ഇതുപോലെ ഒരുത്തനെയാണ് ഈ CPM മന്ത്രി കസേരയിൽ പിടിച്ചിരുത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അയാൾ നല്ല ഒരു മന്ത്രിയാണ്, പക്ഷേ ഒരിക്കലും നല്ല ഒരു വ്യക്തിയല്ല. കാരണം കൂടെ നിന്ന് സഹായിച്ചിട്ടുള്ളവരെയൊക്കെ കാലുവാരിയ ചരിത്രമാണ് ഗണേഷ് കുമാറിനുള്ളത്. ഈ സ്വത്ത് തട്ടിയെടുക്കുന്നതിൻ്റെ കഥകൾ നമ്മൾ ആദ്യമായിട്ടല്ലല്ലോ ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിൽ കേൾക്കുന്നത്. അതായത് അച്ഛനെ ചതിച്ച് സ്വത്ത് തട്ടിയെടുത്തതിൻ്റെ ഒരു കഥ നമ്മളിപ്പോൾ കേട്ടു. എന്നാൽ അതിനു മുൻപ് കേട്ട ഒരു കഥയുണ്ടായിരുന്നു, നടി ശ്രീവിദ്യയെ ചതിച്ചതിൻ്റെ. അതായത് അവർ അവസാന കാലത്ത് ഗണേഷ് കുമാറിനെ വല്ലാതെ വിശ്വസിച്ചിരുന്നു. അവരുടെ സ്വത്തൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് ഗണേഷിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. എന്നാൽ അവരെയും ചതിക്കുകയാണ് ഇയാൾ ചെയ്തത്. കൂടെ നിൽക്കുന്നവരെ എല്ലാവരെയും ചതിച്ച ഒരു ചരിത്രമുള്ള ആളാണ് ഗണേഷ് കുമാർ. ആ ഗണേഷ് കുമാറാണ് ഉമ്മൻചാണ്ടി തന്നെ വേട്ടയാടി, തന്നെ ചതിച്ചു എന്നൊക്കെയുള്ള നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞു വരുത്തുന്നത്. അതിന് മറുപടി കൊടുക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കെൽപ്പില്ലാതെ പോയതുകൊണ്ടാണ്. പക്ഷേ ജനങ്ങൾ കൊടുക്കുന്നുണ്ട് ഗണേഷ് കുമാറിനുള്ള മറുപടികൾ. സ്വന്തം സഹോദരി പോലും പറയുകയാണ് സൈബർ ആക്രമണം തനിക്ക് നേരെ രൂക്ഷമാകുകയാണെന്ന്. ഇതെല്ലാം ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുത്തനാണ് സ്വയം വെള്ളപൂശി ഞാൻ മാന്യനാണെന്ന് പറയുന്നത്. CPMകാർ ചിലപ്പോൾ നിങ്ങൾക്കൊരു രൂപക്കൂടുണ്ടാക്കി തന്ന അതിൽ പിടിച്ചിരുത്തുമായിരിക്കും. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് മുൻപിൽ നിങ്ങൾ ഇപ്പോഴും ചതിയൻ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.